മിശിഹായിൽ പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 19-ാമത്തെ വാക്യം നമുക്ക് ധ്യാനിക്കാം. ദ ബുക്ക് ഓഫ് യെശയ്യാ ചാപ്റ്റർ 1 വേഴ്സ് 19. നമ്മൾ കാണുന്നത് ഇങ്ങനെയാണല്ലോ: അനുസരിക്കാൻ സന്നദ്ധരെങ്കിൽ നിങ്ങൾ ഐശ്വര്യം ആസ്വദിക്കും. നമ്മൾ ആദ്യമായിട്ടും അനുസരിക്കേണ്ടത് ദൈവത്തെയാണ്. പിന്നെ ദൈവം നിയോഗിക്കുന്ന വ്യക്തികളെ നമ്മൾ അനുസരിക്കുമ്പോൾ അത് നമുക്ക് ഒത്തിരി കൃപ നൽകുകയാണ് എന്ന് വ്യക്തമാക്കുകയാണ് ദൈവവചനം. EV കൃഷ്ണപിള്ളയുടെ അച്ഛനെ കാണാൻ ഒരിക്കൽ ഒരു അതിഥി എത്തി. തടിച്ചു കൊഴുത്ത കഷണ്ടിക്കാരനായിരുന്നു അതിഥി. അച്ഛനില്ലാത്ത സമയത്തായിരുന്നു അയാൾ വന്നത്. വന്നപാടെ സ്വീകരണ മുറിയിൽ കയറിയിരുന്നു. ഈ വിവരം വേലക്കാരൻ EVയോട് പറഞ്ഞു. മോനെ, അയാൾ അത്താഴം കഴിച്ചിട്ടേ പോവുകയുള്ളൂവെന്ന് തോന്നുന്നു. ഒരു കലം ചോറെങ്കിലും വേണം ഇയാൾക്ക്. നമ്മളിത് പട്ടിണിയായത് തന്നെ. ഉടനെ EV ചോദിച്ചു, എങ്ങനെ ഇയാളെ ഓടിക്കാൻ പറ്റും? വേലക്കാരനും അതേ ചിന്തയിലായിരുന്നു. വാളൻപുള്ളിയുടെ സീസൺ ആയിരുന്നുകൊണ്ട് തെക്കുപുറത്ത് വരാന്തയിൽ പുളിങ്കുരു കൂട്ടിയിട്ടു. ഇരുവരും അത് കൈ നിറയെ വാരിയെടുത്തു. വേലക്കാരൻ വടക്കുവശത്തെ ജനാലയ്ക്കലും EV തെക്കുപുറത്തെ ജനാലയ്ക്കലും ഇരുന്ന അതിഥിയുടെ ശിരസ് നോക്കി എറിയാൻ തുടങ്ങി. ഇരുവരും മറഞ്ഞിരുന്നത് കൊണ്ട് അതിഥി ആളെ കണ്ടതുമില്ല. ആളില്ലാതെ ഏറ് വരുന്നത് കണ്ട് കഷണ്ടിക്കാരൻ പേടിച്ചു ചാടി എണീറ്റു. പുറത്തെത്തിയപ്പോൾ അവിടെയും പുളിങ്കുരു ഏറിന്റെ അഭിഷേകം. വടക്കോട്ട് നടന്നാൽ അവിടെ നിന്നേറ്, തെക്കോട്ട് നടന്നാൽ അവിടെ നിന്നും ഏറ്. അതിഥി മുറ്റത്തിറങ്ങി. ഈ സമയത്താണ് EVയുടെ അച്ഛൻ വരുന്നത്. അല്ല, ഇങ്ങേരെന്താ മുറ്റത്തുകൂടി ഉലാത്തുന്നത്? അകത്ത് കയറി ഇരുന്നുകൂടെ? സർ, ഞാൻ അകത്ത് കയറി ഇരുന്നതാണ്. അപ്പോഴാണ് ഉപദ്രവമുണ്ടെന്ന് മനസ്സിലായി. എന്തുപദ്രവം? അപ്പൻ നെറ്റി ചുടച്ചു. ചാത്തനേറ്, ദേ ഈ പുളിങ്കുരു മുഴുവൻ എന്റെ ദേഹത്ത് വന്ന് വീണതാണ്. പേടിച്ചുപോയി. ഇപ്പോൾ സാറ് വന്നപ്പോഴാണ് സമാധാനമായി. വക്കീലായ അപ്പന് കാര്യം പിടികിട്ടി. താങ്കൾ ഇവിടെ ഇരിക്കൂ, ഉപദ്രവകാരിയെ കണ്ടിട്ട് ഞാനിപ്പോ വരാം. അതിഥിയെ കസേരയിൽ ഇരുത്തിട്ട് അപ്പനകത്തേക്ക് പോയി. എന്തായിരുന്നു കാര്യം? അപ്പൻ വേലക്കാരോട് വളരെ പതുക്കെ ചോദിച്ചു. അവനൊരു വിധത്തിൽ തടി തപ്പി. പിന്നീട് EVയുടെ ഊഴമായി. ചോദിച്ചാൽ മകൻ നുണ പറയുമെന്ന് അറിയാവുന്നത് കൊണ്ട് വളരെ തന്ത്രപൂർവ്വമാണ് അച്ഛൻ അവനോട് ചോദിച്ചു. മോനെ, ഒരാൾ വന്ന് വരാന്തയിൽ ഇരിക്കും, നീ കണ്ടില്ലേ? അയാളെ നീ എന്താ ഓടിച്ചു വിടാതിരുന്നത്? മോശമായി പോയി. അത് കേട്ട് ഉടനെ EVയുടെ മറുപടി വന്നു, ഞാൻ വളരെ ശ്രമിച്ചു നോക്കിയതാ അപ്പ. ആ പുളിങ്കുരു മുഴുവൻ ഞാനും വേലക്കാരനും കൂടെ ഇരുവശത്തു നിന്നും എറിഞ്ഞു. എന്നിട്ടും ആ മഹാഭാവി നമ്മളെ പട്ടിണിക്കാക്കിയിട്ടേ പോകത്തുള്ളൂ എന്ന വാശിയില്ല. അപ്പൻ തലവർക്ക് കേട്ടു. എന്നിട്ട് മേൽക്കൂരയിലിരുന്ന ചോറിലെടുത്ത് 2 തല്ലു കൊടുത്തു. അപ്പന്റെ തന്ത്രം അപ്പോഴാണ് EVക്ക് മനസ്സിലായത്. നമ്മൾ എപ്പോഴും അനുസരണ മനോഭാവം പുലർത്തുക ഏറെ ആവശ്യമാണ്. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായി. എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.